ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമുക്ക് അപ്കമിങ് ആയിട്ടുള്ള വാട്ടർ അതോറിറ്റി എക്സാമിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്ട്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കമിങ് യു ഓൾ ടു ദ സെഷൻ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ആൻസേഴ്സ് ഇതിനകത്ത് അറിയാമെങ്കിൽ യു ക്യാൻ കമൻറ്റ് യുവർ ആൻസേഴ്സ്. പിന്നെ അറിയത്തില്ലെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ. എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. So first question, the shape of stress strain curve for concrete as prescribed by IS 456 is. ഒരു സെക്കൻഡ്, സ്ക്രീൻ ഷെയർ ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ, വെൽക്കം യു ഓൾ ടു ദ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വിൽ ബി ഡിസ്കസിങ് ദ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ, സോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒരു മിനിറ്റ്, കമന്റ് വരുന്നതിന് ഒരു താമസമുണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി ഡിലേ വന്ന്. അപ്പം ഇതിന് ആൻസർ കമന്റ് ചെയ്തോളൂ. ദ ഷേപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ കോൺക്രീറ്റ് ആസ് പ്രിസ്ക്രൈബ് ബൈ IS 456 ഇസ്. ഓപ്ഷൻ എ റെക്ടാങ്കുലർ, ഓപ്ഷൻ ബി പാരാബോളിക്, ഓപ്ഷൻ സി റെക്ടാങ്കുലർ പാരാബോളിക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ സി റെക്ടാങ്കുലർ പാരാബോളിക്. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി റെക്ടാങ്കുലർ പാരാബോളിക് ആണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ സി റെക്ടാങ്കുലർ പാരാബോളിക്. കുറച്ച് പേരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. റെക്ടാങ്കുലർ പാരാബോളിക് ആണ് കറക്റ്റ് ആൻസർ. ആൻഡ് നമുക്കറിയാം നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ നേച്ചർ എന്ന് പറയുന്നത്, സപ്പോസ് ദിസ് ഇസ് സ്ട്രെസ് ആൻഡ് ദിസ് ഇസ് സ്ട്രെയിൻ. ഓക്കെ, സ്ട്രെസ്സും സ്ട്രെയിനും ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കർവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്ത് പാരാബോളിക്കും ബാക്കി റെക്ടാങ്കുലറും ആയിരിക്കും. ആൻഡ് ദിസ് ഇസ് ദ ഓക്കെ, സോ ദിസ് ഇസ് എ ഫോം. അപ്പൊ ഇതിൽ നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് എന്താണ് പാരാബോളിക് ആണ്, ആൻഡ് ബാക്കി ഭാഗം എന്താണ് ലീനിയർ ആണ്. ഓക്കെ, സോ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്ന സ്ട്രെയിൻ്റെ വാല്യൂ എത്രയാണ്? 0.002 ആണ്. അത് ചോദിക്കാറുണ്ട്. ആൻഡ് മാക്സിമം സ്ട്രെയിൻ വരുന്ന വാല്യൂ എത്രയാണ്? 0.0035 ആണ്. ഈ രണ്ട് വാല്യൂസും ചോദിക്കാറുള്ളതാണ്. സ്ലൈഡ് കാണുന്നില്ല. സ്ലൈഡ് കാണാനില്ലേ? ഒരു മിനിറ്റ്, ഒന്നുകൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ അപ്പം?
കാണാൻ പറ്റുന്നുണ്ടോ? Okay. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സ്ലൈഡ് വിസിബിലിറ്റി ഉണ്ടല്ലോ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഷേപ്പ് ഓഫ് stress strain curve for concrete as prescribed by IS 456-2000. അതിന്റെ ആൻസർ ഓപ്ഷൻ സി റെക്ടാങ്കുലർ പാരാബോളിക് ആയിരുന്നു. ഓക്കെ, സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗത്ത് ലീനിയർ ആയിരുന്നു, കുറച്ച് ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാബോളിക് ആണ്. സോ ലീനിയർ ആൻഡ് പാരാബോളിക്കിന്റെ ഒരു, അതായത് റെക്ടാങ്കുലർ പാരാബോളിക് ആണ് നമ്മുടെ നമ്മുടെ ഈ ഒരു കർവ് എന്ന് പറയുന്നത്. സോ ദാറ്റ് നമ്മുടെ ഷേപ്പ് ഇങ്ങനെയാ വരിക. എന്നിട്ട് ഇവിടുത്തെ സ്ട്രെയിൻ വാല്യൂസ് ആണ് ഓർത്ത് വെക്കേണ്ടത്. ലീനിയർ പാരാബോളിക് എന്ന് ലീനിയർ ആവുന്ന ട്രാൻസ്ഫോർമേഷൻ സ്ട്രെയിൻ ആണ് 0.002 ആൻഡ് മാക്സിമം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ 0.0035 ആണ്. Okay, next question നോക്കാൻ. An RCC beam can have maximum tension reinforcement as 6% BD. എളുപ്പമാണിത്. യെസ്, കറക്റ്റ് ആണ്. അംബിക കുമാരി 0.002 വരെ പാരാബോളിക്, എൻഡിങ് അറ്റ് 0.0035. കറക്റ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ, an RCC beam can have maximum tension reinforcement as 6% BD, 2% BD, 3% BD, 4% of BD. എന്താണ് കറക്റ്റ് ആൻസർ വരിക? യെസ്, ഓപ്ഷൻ ഡി 4% ഓഫ് ബി ഡി. എല്ലാവരും ആൻസർ പറഞ്ഞേ. യെസ്, ഡി ആണ് 4%. അപ്പൊ നമ്മുടെ മാക്സിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ആണ്. മാക്സിമം റീഇൻഫോഴ്സ്മെന്റ് ഇൻ കേസ് ഓഫ് ബീം ആണ് 4% ഓഫ് ഗ്രോസ് ഏരിയ. ദാറ്റ് ഇസ് 0.004. 0.04 അല്ലെങ്കിൽ 0.4% ഓഫ് ബി ഡി. ഗ്രോസ് ഏരിയ ആണ് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മളിവിടെ so that is why
അതുകൊണ്ടാണ് നമുക്ക് എന്ത് 4% ഓഫ് ബി ഇൻറ്റു ഡി ഓവറോൾ ഡെപ്ത് ആണ് എടുത്തിരിക്കുന്നത്, എഫക്റ്റീവ് ഡെപ്ത് അല്ല എടുത്തിരിക്കുന്നത്, ഓവറോൾ ഡെപ്ത് ആണ്. ദാറ്റ് ഇസ് ഗ്രോസ് ഏരിയ ആണ്. ചിലപ്പോൾ വേർഡിങ്സിൽ ഗ്രോസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ഫോർ എ ബീം വിത്ത് FE 415 bars in limit state method of design 0.46D, 0.48D, 0.50D, 0.53D. Maximum depth of neutral axis for a beam with FE 415 bars in limit state method of design. Yes, option B, 0.48D. നമുക്കറിയാം ഈ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് സ്റ്റീൽ. അതായത് സ്റ്റീലിന്റെ FY ഇൻ ന്യൂട്ടൺ പെർ mm² ഡിപ്പെൻഡിങ്. Okay, so that is maximum limit അഥവാ XU limit of neutral axis. Okay, so you will be having 3 grades: FE 250, FE 415 and FE 500. 0.53D, 0.48D and 0.46D. ഇതാണ് 3 വാല്യൂസ്. ആൻഡ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് FE 415 ആണ്, 0.48D. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, വേണമെങ്കിൽ RCCന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് ഓർത്ത് വെക്കുക. ഇത് ഗ്രേഡ് ഓഫ് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗ്രേഡ് ഓഫ് സ്റ്റീലിനനുസരിച്ച് ഡിഫറെന്റ് വാല്യൂ വരും. മാക്സിമം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സസ് അഥവാ XU ലിമിറ്റിന്റെ വാല്യൂ ആണ് ചോദിക്കുക. അപ്പൊ XU ലിമിറ്റിന്റെ വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് സ്റ്റീൽ. ഇതനുസരിച്ച് ഓർത്തു വെക്കാം. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ആൻസർ പറയാൻ പറ്റുന്നതാണ്. പാർഷ്യൽ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഫോർ കോൺക്രീറ്റ് ഇസ് 1.15, 1.5, 1.902. ഓപ്ഷൻ ബി 1.5 ആണ്. ആൻഡ് 1.15 എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ സ്റ്റീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ആക്ച്വൽ സ്ട്രക്ചർ ഇസ് ടേക്കൺ ആസ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഓൾറെഡി ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ആക്ച്വൽ സ്ട്രക്ചർ ഇസ് ടേക്കൺ ആസ് FCK 0.85 FCK, 0.67 FCK, 0.447 FCK. ആക്ച്വൽ സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വൽ സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് എന്താണ് വരിക? FCK ഡിവൈഡഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ 1.5 ചെയ്ത് വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.67 FCK എന്ന് കിട്ടും. ആൻഡ് ഇതിപ്പോ നമുക്ക് ഡിസൈൻ പർപ്പസിൽ നിന്നായിരുന്നു ഈ ക്വസ്റ്റ്യൻ ചോദിച്ചെങ്കിൽ യുവർ ആൻസർ വുഡ് ഹാവ് ബീൻ ഓപ്ഷൻ ഡി ആയിരുന്നേനെ. ഇത് നമുക്ക് ആക്ച്വൽ സ്ട്രക്ചറിൽ ആക്ച്വലി ഇത് മാത്രം മതി. നമ്മൾ ഡിസൈൻ പർപ്പസിലാണ് എന്ത് ചെയ്യുന്നത്, ഒന്നും കൂടി ഇതിനെ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആയ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിനെ 0.447 FCK ആക്കാം. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, 0.67 FCK. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് അഗെയിൻസ്റ്റ് ഫ്ലക്ചർ ദ മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് അറ്റ് ഫെയിലിയർ ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ആൻസർ പറഞ്ഞേ. Point 002, 0.002 plus FY by ES, 0.002 plus FY by 0.87 ES, 0.002 plus FY by 1.15 ES. ആൻസർ പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി. Limit state of collapse against flexure, the maximum strain in tension reinforcement at failure. Maximum strain in tension reinforcement ആണ്. നമുക്കിപ്പോൾ ഒരു റെക്ടാങ്കുലർ ബീം ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ഡയഗ്രാം
ഇവിടെ ഈ ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് വരുന്ന ഭാഗത്തുള്ള സ്ട്രെയിൻ ആണ് 0.02 പ്ലസ് FY/1.15 ES. അല്ലെങ്കിൽ ഇത് എങ്ങനെ തരാം? 0.002 പ്ലസ് 0.87 FY/ES ഇങ്ങനെയും ആക്കാം. ഓക്കെ, എങ്ങനെ വേണേലും ഓപ്ഷൻ തരാം. സോ ഒരു കാര്യം അറിയാമെങ്കിൽ തെറ്റത്തില്ല എങ്ങനെ മാറ്റി തന്നാൽ. Next question, in limit state of collapse for direct compression, the maximum axial compressive strain in concrete is 0.002, 0.003, 0.0035, 0.004. In limit state of collapse for direct compression, the maximum axial compressive strain in concrete is, yes, 0.002. Compression ആയതുകൊണ്ട് it is എത്രയാണ്? 0.002. ഇനി ബെൻഡിങ് ആയിരുന്നെങ്കിൽ, ബെൻഡിങ് അല്ലെങ്കിൽ ഫ്ലെക്ചർ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞതെങ്കിൽ നമ്മുടെ മാക്സിമം സ്ട്രെയിൻ്റെ വാല്യൂ എത്ര വന്നേനെ? 0.0035 വന്നേനെ. ഓപ്ഷൻ സി വന്നേനെ. ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, 0.002. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫോർ ബാലൻസ് ഡിസൈൻ ഓഫ് എ സിംപ്ലി റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ by limit state method depends upon, option A, characteristic strength of concrete, option B, yield strength of concrete, option C, modulus of elasticity of steel, option D, geometry of the section. Only A, B and D, B, C and D, A, B and C. ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യമാണ്. പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഫോർ ബാലൻസ്ഡ് സെക്ഷൻ. shrinkage 0.003 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് കമന്റ് കണ്ടത്. ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? നല്ലൊരു ക്വസ്റ്റൻ ആണ്, ഒരുപാട് കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല. കുറേ RCC ഒക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാവും വരിക. അപ്പൊ അത് നോക്കിയിട്ട് പോവുക കേട്ടോ. നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇതിന്റെ ആൻസർ പറഞ്ഞോളൂ. ഓപ്ഷൻ സി, ബി, സി ആൻഡ് ഡി ആണോ? സി ആണല്ലോ എല്ലാരും പറയുന്നത്. ജോമെട്രി ഓഫ് ദ സെക്ഷൻ ഉണ്ടോ? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യത്തില്ലെന്നാണോ പറയുന്നത്? XU is equal to 0.87 FY/AST divided by 0.36 FCK XUB. ഇതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് XU ലിമിറ്റ് ആണെങ്കിൽ ഡിപ്പെൻസ് അപ്പോൺ ദ ഗ്രേഡ് ഓഫ് സ്റ്റീൽ. അപ്പൊ നമുക്ക് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി XUവും XU ലിമിറ്റും കൂടെ കമ്പയർ, നമുക്ക് ഇതിൽ നിന്ന് AST വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ AST എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഈൽഡ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീലിനെ ഡിപ്പെൻഡ് ചെയ്യും. ഡിപ്പെൻഡ് ചെയ്യോ? Yes, it depends. Modulus of elasticity of steel depend ചെയ്യും. പിന്നെ will it depend on geometry of the section? Geometry depend ചെയ്യോ? No, answer is option D, A, B and C ആണ്. Okay, next question. Pick up the correct statement from the following. The bend up bars at support resist the negative bending moment. Bend up bars at the support resist the shearing force. The bending of bars near support is generally at 45 degree. All options are correct. Yes, all options are correct. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ALSTDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയല്ല, വേറെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ചോദിച്ചിരുന്നതെന്ന് മാത്രം. So, load carrying capacity of a column is increased by that percentage when helical reinforcement is provided as a transverse reinforcement.
എത്ര പെർസെൻറ്റേജ് ആണ്? ഓപ്ഷൻ എ 5% അല്ലേ? യെസ്, അതായത് പി ഇസ് ഈക്വൽ ടു 1.05 PU. അതായത് നമുക്ക് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് ടൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ. ഇത് നമുക്ക് ഇതുപോലെ ലാറ്ററൽ ടൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ യു ക്യാൻ പ്രൊവൈഡ് ഇറ്റ് ആസ് ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ്. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഹെലിക്കൽ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഓഫ് കോളം എത്ര ശതമാനം ഇൻക്രീസ് ചെയ്യും? 5%. ചിലപ്പോൾ 1.05%. തിരിച്ച് പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് ഡിക്രീസ്ഡ് ബൈ എന്ന് ചോദിക്കുകയാണെങ്കിൽ 95%. അതും ഒരു തവണ എക്സാമിന് നമുക്കിപ്പോൾ ALCDക്ക് അങ്ങനെയാണ് ചോദിച്ചത്. 95% ആൻസർ വരുന്ന രീതിയിലാണ് ചോദിച്ചത്. സോ ഏത് രീതിയിൽ ചോദിച്ചാലും യു മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ആൻസറിങ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം റെക്കമെൻഡഡ് ബൈ കോഡ് ഫോർ എ കോളം ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് ദി റൊട്ടേഷൻ ഇൻ ബോത്ത് എൻഡ്സ് ഇസ് 0.8L, 0.65L, L, 2L. എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം റെക്കമെൻഡഡ് ബൈ കോഡ് വാല്യൂ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫോർ എ കോളം ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ ഇൻ ബോത്ത് എൻഡ്സ്. യെസ്, ഓപ്ഷൻ ബി 0.65L ആണ്. അപ്പൊ എന്താണ്? ഹെൽഡ് ഇൻ പൊസിഷനും ആണ്, അതുപോലെ തന്നെ റീസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷനും ആണ്. സോ എന്താണ്? ഇറ്റ് ഇസ് ഫിക്സഡ് ആണ്. സോ നമുക്ക് നമ്മൾ നോർമൽ രീതിയിൽ ചെയ്യുവാണെങ്കിൽ L/2 അഥവാ 0.5L എന്ന് കിട്ടും. പക്ഷെ കോഡ് റെക്കമെൻഡ് ചെയ്യുന്ന വാല്യൂ കുറച്ചൊരു വ്യത്യാസം വരും. അതുകൊണ്ട് 0.65L ആണ്. ഓക്കെ. ഇനി ഒരു കണ്ടീഷനും കൂടി ഇതിന്റെ കൂടെ തന്നെ പറയാം. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് ends but restrained against rotation at one end. ഒരു എൻഡിൽ മാത്രമാണ് restrained against rotation. അങ്ങനെയെങ്കിലോ എന്താണ് ആൻസർ വരിക? ഇതായിരുന്നു കണ്ടീഷൻ. രണ്ടെൻഡിലും ഹെൽഡ് ഇൻ പൊസിഷൻ ആണ്, പക്ഷെ ഒരിടത്ത് മാത്രമേ റൊട്ടേഷൻ റീസ്ട്രെയിൻഡ് ഉള്ളൂ. അപ്പൊ നമുക്ക് എന്താ വരിക? ഫിക്സഡ് ഹിഞ്ച്ഡ് വരും. എന്ത് വരും? L/√2. ഇത് 0.70 വരും. ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി അടുത്ത് എന്താണ്? 0.80L എന്ന് വരും. അപ്പൊ ഇതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് പഠിക്കാം. L/√2. യെസ്, 0.80L. ഇത് റെക്കമെൻഡഡ് വാല്യൂ ആണ് നമുക്ക് കോഡിൽ നിന്ന് തരുന്നത്. ഫ്രം കോഡിൽ നിന്ന് എടുക്കാം. Next question. The column may be made of plain concrete if their least lateral dimension is 2 times the effective length, 3 times the effective length, 4 times the effective length, 5 times the effective length. ഇതും നമുക്ക് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഈ എക്സാംസിന്. യെസ്, 3 times. ഓപ്ഷൻ ബി ആണ്. അത്തരത്തിലുള്ള ഷോർട്ട് കോളത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഷോർട്ട് കോളം. അതിനൊരു പേര് പറയും നമ്മൾ. ആ ഷോർട്ട് കോളത്തിന് ഒരു പേരിട്ട് പറയാറുണ്ട്. ആ പേരാണ് ചോദിച്ചത് നമുക്ക് AEPWDക്ക് ചോദിച്ചത്. വാട്ട് ഇസ് ദാറ്റ് നെയിം? യെസ്, പെഡസ്റ്റൽ. Next question. A precast pile is generally used. Precast pile generally used is option A circular, option B square, option C octagonal, option D square with corners chamfered.
A precast pile generally used is circular, square, octagonal, square with corners, chamfered. ഇതാണ് ആൻസർ വരിക. സർക്കുലർ ആണോ? ഇത് IS 2911 പാർട്ട് 1 സെക്ഷൻ 3 പ്രകാരം കിട്ടുന്നതാണ്. ഇറ്റ് ഇസ് ആൻസർ ഓപ്ഷൻ ഡി, സ്ക്വയർ വിത്ത് കോർണേഴ്സ് ചേംഫേർഡ്. ഈ ഒരു IS 2911 പാർട്ട് 1 സെക്ഷൻ 3 എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രീകാസ്റ്റ് പൈല് യൂസ് ചെയ്യുന്നത് ജനറലി സ്ക്വയർ വിത്ത് കോർണേഴ്സ് ചേംഫേർഡ് ആയിരിക്കണം. കോഡ് പറയാം, IS 2911 പാർട്ട് 1 സെക്ഷൻ 3. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് യുവർ കറക്റ്റ് ആൻസർ. തെറ്റിക്കരുത് ഇനി കേട്ടോ. M15 കോൺക്രീറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡാംസ്, ഫൗണ്ടേഷൻ, RCC, മാസ് കോൺക്രീറ്റിംഗ് വർക്ക്. പറഞ്ഞോളൂ, M15 കോൺക്രീറ്റ് എന്തിനു ഉപയോഗിക്കുന്നു? മാസ് കോൺക്രീറ്റിംഗ് വർക്ക് ആണോ? ഫൗണ്ടേഷൻസ്. യെസ്, ഓപ്ഷൻ ബി ഫൗണ്ടേഷൻ ആണ് കറക്റ്റ് ആൻസർ. M15 കോൺക്രീറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ ബി ഫൗണ്ടേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ പറ. ടെൻഷൻ ബാർസ് ഇൻ കാന്റിലിവർ ബീം മസ്റ്റ് ബി ആങ്കേർഡ് ഇൻ ദ സപ്പോർട്ട് അപ് ടു LD, LD/3, 12/5 or D. Tension bars in cantilever beam must be anchored in the support up to. എന്താണ് ആൻസർ? യെസ്, LD. ഓപ്ഷൻ എ LD ആണ്. LD നമുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് മാത്രമേ നമുക്ക് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ എക്സാമിന്. സോ ഇറ്റ് ഇസ് ടു ബി ഫൗണ്ട് ഔട്ട് ബൈ ദ റിലേഷൻ 0.87 FY/4 tau BD. Okay, so this is the relation to find out the development length LD. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റോൾഡ് സ്റ്റീൽ T sections are used as ഓപ്ഷൻ A columns, ഓപ്ഷൻ B with flat strips to connect plates in steel rectangular tanks, as built up sections to resist axial tension, option D none of these. Let's see. Rolled steel T sections. Yes, option B with flat strips to connect plates in steel rectangular tanks. Option B. Another question. As per ISI, rolled steel beam sections are classified into 2 series, 3 series, 4 series, 5 series. പറഞ്ഞോളൂ. ആസ് പെർ ISI, റോൾഡ് സ്റ്റീൽ ബീം സെക്ഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻടു എത്ര സീരീസ് ആണ്? 2 സീരീസ്. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ സി 4 സീരീസ് ആണ്. അതായത് നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ബീംസ്, നമ്പർ 2 കോളംസ്, നമ്പർ 3 ചാനൽസ്, and number 4 angles. ഇത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഇസ് ആസ് പെർ IS
808, 1989, close 5.1. ഇത് പ്രകാരം നമുക്ക് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 5 അല്ല 4 ആണ് ആൻസർ കേട്ടോ. 4 സീരീസ്, ബീംസ്, കോളംസ്, ചാനൽസ് ആൻഡ് ആംഗിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ബൾബ് ആംഗിൾസ് ആർ യൂസ്ഡ് ഇൻ കോളം ബിൽഡിംഗ്, ബ്രിഡ്ജ് ബിൽഡിംഗ്, ഷിപ്പ് ബിൽഡിംഗ്, വാട്ടർ ടാങ്ക് ബിൽഡിംഗ്. ബൾബ് ആംഗിൾസ്. ഷിപ്പ് ബിൽഡിംഗ് ആണ് ബൾബ് ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഫ്ലാഞ്ച്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ബൾബ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്ലിംഗ് ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യും. സോ ബക്ലിംഗ് റെസിസ്റ്റൻസ് കൂടുതലാണ്. So it is used in shipbuilding. Option C. Next question, lug angle is used with single angle member, not used with double angle member, used with channel member. All options are correct. എന്താണ് ലഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ? Option D. All options are correct. Yes, all options are correct ആണ് correct answer. Option D ആണ്. അതായത് ലഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ലഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ പീസ് ഓഫ് ആംഗിൾ തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ ഗസറ്റ് പ്ലേറ്റിലേക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്മോൾ പീസ് ഓഫ് ആംഗിളിനെയാണ് നമ്മൾ ലഗ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗസറ്റ് പ്ലേറ്റ് ആണെങ്കിൽ ഗസറ്റ് പ്ലേറ്റിലേക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ലെഗ് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംഗിൾ സെക്ഷൻസിനെ ലഗ് ആംഗിൾ എന്ന് പറയും. ഇതാണ് നമ്മുടെ മെയിൻ ആംഗിൾ, മറ്റേത് ലഗ് ആംഗിൾ. ഓക്കെ, അപ്പൊ ലഗ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കൂടും ലഗ് ആംഗിൾ ഉപയോഗിച്ചാൽ. കാര്യം ലെങ്ത് ഓഫ് മെമ്പർ നമുക്ക് കുറയും, അതായത് ഷിയർ ലാഗ് കുറയും. ഷിയർ ലാഗ് കുറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആപ്പിൽ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു IS 800 1984, the permissible stress in axial tension in steel is option A 0.56 FY, option B 0.66 FY, option C 0.70 FY, and option D 0.6 FY. യെസ്, ഡബിൾ ആംഗിൾ മെമ്പർ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്താണ് IS 800 1984 പ്രകാരം പെർമിസിബിൾ സ്ട്രെസ് ഇൻ ആക്സിൽ ടെൻഷൻ? ആക്സിൽ ടെൻഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ലെറ്റർ A ആണ് ആദ്യമേ വരുന്നത്. ആക്സിൽ ടെൻഷൻ ആണെങ്കിലും ആക്സിൽ കംപ്രഷൻ ആണെങ്കിലും എന്താണ്? 0.60 FY ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ബെൻഡിങ് ആണെങ്കിൽ എന്ത് വരും? 0.66 FY. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരും ഓപ്ഷൻ ഡി. സ്റ്റീല് നമുക്ക് ഡിസൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് രണ്ട് രീതിയിലും ഉള്ള 1984 വെച്ച് പഠിച്ചാൽ മതി. കൂടുതൽ 2007 1984 വെച്ച് പഠിക്കാം.
Most economical section is rectangular, solid round, flat strip, tubular section. സീലൊന്നും അധികം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കയറി വരത്തില്ല. RCC നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസും വരിക. ട്യൂബുലാർ സെക്ഷൻ, ഓപ്ഷൻ ഡി ട്യൂബുലാർ സെക്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ട്യൂബുലാർ സെക്ഷന് ടോർഷണൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, ഹൈ. ടോർഷണൽ റെസിസ്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബക്ലിംഗ് സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ ലെസ് ലയബിൾ ടു വിൻ ലോഡ്. ഓക്കെ, സോ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി ട്യൂബുലാർ സെക്ഷൻ ആണ്. Next question, the one that has least carbon content is wrought iron, cast iron, mild steel, pig iron. Yes, wrought iron. ഇത് സിംപ്ലി പറയാൻ പറ്റും. The answer is wrought iron. ഓപ്ഷൻ എ wrought iron. എല്ലാവരും ആൻസർ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കാർബൺ കണ്ടന്റ് ജസ്റ്റ് ഒന്ന് പറയാം. പിഗ് അയൺ ആണെങ്കിൽ 4 to 5% ആണ്. ആൻഡ് കാസ്റ്റ് അയണിന് 2 to 4.5% ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കി പ്യുവർ അയണിന് എത്രയാണ് കാർബൺ കണ്ടന്റ്? പ്യുവർ അയൺ 0 ആണ് കേട്ടോ. The strength of field rivets as compared to shop rivets is option A same, option B 90%, option C 89%, option D 75%. സെയിം ആണോ? ഫീൽഡ് റിവെറ്റ്സിന്റെ ഷോപ്പ് റിവെറ്റിന്റെ സ്ട്രെങ്ത് ഒന്നായിരിക്കും. പിന്നെ ഇവരെ ഷോപ്പിലും ഫീൽഡിലും സെപ്പറേറ്റ് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓപ്ഷൻ ബി 90% ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ ബി 90%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The design of a riveted joint is based on the assumption load is uniformly distributed among all rivets. Shear stress on a rivet is uniformly distributed over its gross area. Bearing stress is uniform between contact surface of the plate and rivet. All options are correct. Assumptions ആണ് ചോദിച്ചിരിക്കുന്നത്. Design of a riveted joint is based on the assumption. All options are correct. Option D. ആരും ആൻസർ പറയുന്നില്ല, ഒറ്റ ഒരാൾ മാത്രമാണ് ആൻസർ പറയുന്നത്. ചില എളുപ്പമുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ മാത്രമാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ വായിച്ചു വെക്കണം എല്ലാ സബ്ജക്റ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum permissible stress in shear for a power driven shop rivet is. Power driven shop rivet 80, 90, 100, 250. ആണോ? ഇത് നിങ്ങൾ പഠിക്കണം. പവർ ഡ്രിവൺ ഷോപ്പ് ഉണ്ട്, പവർ ഡ്രിവൺ ഫീൽഡ് ഉണ്ട്, ഹാൻഡ് ഡ്രിവൺ ഫീൽഡ് ഉണ്ട്. ഓക്കെ, സോ ആക്സിയൽ ടെൻഷൻ ഉണ്ട്, അതുപോലെ ഷിയറിംഗ് and then bearing.
ഓക്കെ, ഇപ്പം പവർ ഡ്രിവൺ ഷോപ്പ് ആണ് 100, 100, 300, then 90, 90, 270, and 80, 80, 250. Maximum permissible stress in shear for power driven shop rivet. Shear ആണ് ചോദിച്ചത്. So option C 100. ആ ടേബിൾ മറന്നു. ടേബിൾ പഠിച്ചു വെക്കാം, ഈ ടേബിൾ ചോദിക്കും. ഇവിടെ നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ ചോദിച്ചത് എന്താണ്, പവർ ഡ്രിവൺ ഷോപ്പും ഫീൽഡും തമ്മിലുള്ള വ്യത്യാസമാണ്. എത്ര പെർസെൻറ്റേജ് കുറയുന്നുണ്ടോ? 100ൽ നിന്ന് 90 ആയി. ഇപ്പൊ എത്ര? 10 കുറയുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫില്ലറ്റ് വീൽ ദ വീക്കസ്റ്റ് സെക്ഷൻ ഇസ് smaller side of the fillet, throat of the fillet, side perpendicular to the force, side parallel to the force. വീക്കസ്റ്റ് സെക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫില്ലറ്റ് വെൽഡ്. ഫില്ലറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫേസുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ 90 ഡിഗ്രി ആയിട്ടുള്ള രണ്ട് ഫേസുകളെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെൽഡിനെയാണ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ട്രയാങ്കുലർ ഫോർമേഷൻ നമുക്ക് കിട്ടും. ഇതിൽ വീക്കസ്റ്റ് സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ത്രോട്ട് ആണ് കറക്റ്റ് ആൻസർ. ത്രോട്ട് ആണ് എന്ത് വീക്കസ്റ്റ് സെക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇതിൽ ഈ പെർപെൻഡിക്കുലർ ഇതിനെയാണ് നമ്മൾ ത്രോട്ട് അഥവാ ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് സൈസ് ഓർ ലെഗ് ഓഫ് ദ വെൽഡ് ആണ് ഇത് രണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോർണറിൽ നിന്ന് ഡയഗണൽ. യെസ്, ഇൻ എ സ്റ്റീൽ ബീം സെക്ഷൻ ദ വെബ് ക്യാരീസ് കംപ്രഷൻ, ടെൻഷൻ, മൊമെന്റ്, ഷിയർ. In a steel beam section, the web carries compression, tension, moment, shear. ആ 0.707 കറക്റ്റ് ആണ്. അതൊക്കെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ, അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. എളുപ്പമാണ് വെൽഡ് പഠിക്കാനായിട്ട്. വെൽഡിങ്ങിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനായിട്ട്. ഷിയർ, യെസ്, ഓപ്ഷൻ ഡി ഷിയർ ആണ് വെബ് ക്യാരി ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. Which one of the following is a mode of failure in a fillet weld material? ആർസിസിയും സ്റ്റീലും പഠിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ഒരു സെഷൻ കണ്ടാൽ കുറച്ച് യൂസ്ഫുൾ ആവും. പിന്നെ നമുക്ക് കുറച്ച് അല്ലാതെയും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നത്തെ വീഡിയോസും മുന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവർക്ക് യു ക്യാൻ വാച്ച് ഇറ്റ് ദിസ് ചാനൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ട്. അതായത് വാട്ടർ അതോറിറ്റി കോഴ്സ് ഇനിയും പർച്ചേസ് ചെയ്യാത്ത അല്ലെങ്കിൽ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇഫ് യു വോണ്ട് ടു ജോയിൻ വിത്ത് us, നമുക്ക് സാമ്പിൾ വീഡിയോസ് കണ്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ യു ക്യാൻ ജോയിൻ കേട്ടോ. ജോയിൻ ചെയ്ത് പഠിക്കും. ഫില്ലറ്റ് വെൽഡിലുള്ള മോഡ് ഓഫ് ഫെയിൽ. അപ്പം വെബിനാർ അറ്റൻഡീസിന് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. താഴെ സ്ക്രോൾ ചെയ്തു വന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. വിൽ ഗെറ്റ് മോർ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പൊ മോഡ് ഓഫ് ഫെയിലർ ഇൻ ഫില്ലറ്റ് വെൽഡ് മെറ്റീരിയൽ ഏതാണ്? ടെൻഷൻ, ഷിയർ, ബെയറിംഗ്, ക്രഷ്. യെസ്, ഷിയർ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഉള്ളു ചോദിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് അതൊക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ ഇഫക്റ്റ് ഓഫ് wind or earthquake load is taken into account, the permissible stress as specified in rivets may be increased by 33.33%, minus 50%, 10%, 25%. Rivets may be increased by യെസ്, ഓപ്ഷൻ ഡി 25% ആണ്. നമുക്ക് വിൻഡും എർത്ത്ക്വേക്ക് ലോഡും നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ സ്ട്രക്ചേഴ്സിലുള്ള പെർമിസിബിൾ സ്ട്രെങ്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ എത്രയാണ്? 33.33%. ആൻഡ് ഇഫ് യു ആർ കൺസിഡറിങ് ദ കണക്ഷൻസ് ലൈക്ക് റിവറ്റ് ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പെർമിസിബിൾ സ്ട്രെസ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 25%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 25% ആണ് കറക്റ്റ് ആൻസർ വരെ. ഇവിടെ റിവറ്റ് എന്ന് പറഞ്ഞ് തന്നിരിക്കും. ഇപ്പൊ റിവറ്റ് ഒക്കെ കണക്ഷൻ ആണ്. റിവറ്റോ ബോൾട്ടോ ഒക്കെ പറഞ്ഞു വരുവാണെങ്കിൽ കണക്ഷൻസ് ആണ്. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 25%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസൈൻ ഓഫ് എ റിവറ്റഡ് ജോയിന്റ് ഇസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ലോഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്.
ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഓൾ ഓപ്ഷൻസ് ആർ കറക്റ്റ് ആണ്. റിവറ്റഡ് ജോയിന്റ്സിന്റെ അസംഷൻ ആണ്. എന്തൊക്കെയാണ്? ലോഡ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഓൾ റിവറ്റ്സ്. എല്ലാ റിവറ്റിലും ലോഡ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. ഷിയർ സ്ട്രെസ് ഓൺ എ റിവറ്റ് ഇസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇറ്റ്സ് ഗ്രോസ് ഏരിയ. ഗ്രോസ് ഏരിയയിൽ ഷിയർ സ്ട്രെസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു. ബെയറിംഗ് സ്ട്രെസ് ഇസ് യൂണിഫോം ബിറ്റ്വീൻ ദ കോൺടാക്ട് സർഫസ് ഓഫ് ദ പ്ലേറ്റ് ആൻഡ് ദ റിവറ്റ്. പ്ലേറ്റും റിവറ്റും തമ്മിലുള്ള കോൺടാക്ട് സർഫസിൽ ബെയറിംഗ് സ്ട്രെസ് യൂണിഫോം ആണ്. ഇത്രയും അസംഷൻസ് ഓർത്ത് വെക്കുക. ചിലപ്പോൾ വേറെ ഏതെങ്കിലും എക്സ്ട്രാ തന്നിട്ട് ഓൾ ഓപ്ഷൻസ് ആയതുകൊണ്ട് ഇത് സേഫ് ആണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ഡി വേറൊരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഉള്ളതെന്ന് അറിയത്തില്ലെങ്കിൽ യു കാണ്ട് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An electric pole is 5 meters high and it is fixed on the ground. It carries a wire at the top and is free to move sideways over there. The effective length of the pole is. An electric pole is 5 meters high and is fixed to the ground. It carries a wire at the top and is free to move sideways over there. The effective length of the pole is 3.25, 4, 5, 10. ഏത് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കിയ ആൻസർ പറയാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ എയോ? 5 meter ഹൈ ആയിട്ടുള്ള ഇലക്ട്രിക് പോൾ ആണ്. ഇറ്റ് ഇസ് ഫിക്സ് ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഫിക്സ് ആയി വെച്ചേക്കാണ്. ഇറ്റ് ക്യാരീസ് എ വയർ അറ്റ് ദ ടോപ്പ് ആൻഡ് ഇറ്റ് ഇസ് ഫ്രീ ടു മൂവ് സൈഡ് വേസ്. അതായത് ഒരു സൈഡ് ഫിക്സഡും ഒരു സൈഡ് ഫ്രീയും ആണ്. സോ എന്ത് വരും? 2L. അതായത് 2 into 5 which is equal to എന്താണ്? എഫക്റ്റീവ് ലെങ്ത് 10 meter. ഓപ്ഷൻ ഡി 10 meter. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ് സെക്ഷണൽ ഏരിയ of a tension member is equal to its gross sectional area plus the area of rivet holes divided by the area of rivet holes multiplied by the area of rivet holes minus the area of rivet holes. One side totally free. അതല്ലേ പറഞ്ഞിരിക്കും നമ്മുടെ ക്വസ്റ്റിനകത്ത്. It carries and it is free to move sideways over there. ഒരു സൈഡ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്, മറ്റേ സൈഡ് ഫ്രീ ആണ് മൂവ് ചെയ്യാനായിട്ട്. മൈനസ് ദ ഏരിയ ഓഫ് റിവറ്റ് ഹോൾ. നെറ്റ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രോസ് സെക്ഷണൽ ഏരിയ നിന്ന് റിവറ്റ് ഹോൾസ് കുറച്ചു കൊടുത്താൽ മതി. You will get option D as the correct answer. Next question. A tension member is subjected to possible reversal of stresses due to wind. The slenderness ratio of the member should not exceed. Option A 180, option B 200, option C 250, option D 350. Yes, 2L വരെ. എന്താണ് ഇവിടെ ആൻസർ വരിക? യെസ്, ഓപ്ഷൻ സി ആണ്. ഇവിടെ എല്ലാവരും തെറ്റിച്ചല്ലോ. ടെൻഷൻ മെമ്പർ ഇസ് സബ്ജക്റ്റഡ് ടു പോസിബിൾ റിവേഴ്സൽ ഓഫ് സ്ട്രെസ് ഡ്യൂ ടു വിൻഡ്. നിങ്ങൾ ഈ പറയുന്ന 350 ആണോ പറയുന്നത്? എന്താണ് ഓപ്ഷൻ സി 250? 250 ആണോ ആൻസർ? 350. ടെൻഷൻ മെമ്പർ ആണ്, പക്ഷേ പോസിബിൾ റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ് ഫ്രം ദ ആക്ഷൻ ഓഫ് വിൻഡ് ആൻഡ് എർത്ത്. അതായത് നമുക്ക് ഏത് കണ്ടീഷനാന്ന് അറിയോ വരുന്നത്? മെമ്പർ വിച്ച് ഇസ് ആക്ടിങ് ആസ് എ ടൈ മെമ്പർ, അല്ലെ ടൈ ഇൻ റൂഫ് സ്ട്രെസ്. അതിനകത്ത് വിൻഡും എർത്ത് ലോഡും വരുന്ന ഓപ്ഷൻ ഡി 350 ആണ് കറക്റ്റ് ആൻസർ. ആ ടാബില കോളം പഠിച്ചു വെക്കുക. ടെൻഷൻ മെമ്പർ എന്ന് കണ്ടാൽ ഉടനെ പോവാതിരിക്കുക. ടെൻഷൻ മെമ്പർ ടൈയും എന്ത് തന്നെയാണ്? ടെൻഷൻ മെമ്പർ ആണ്, പക്ഷെ പോസിബിൾ റിവേഴ്സൽ ഓഫ് സ്ട്രെസ്സസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ ഡി 350. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
For simply supported beams, the allowable deflection shall not exceed 1 by 325 of the span, 1 by 350 of the span, 1 by 375 of the span, 1 by 400 of the span. For simply supported beam. Deflection, yes, option A, 1 by 325. Delta is equal to span by 325. And it is not susceptible to cracking ആണെങ്കിൽ delta is equal to span by 300. When it is susceptible to cracking ആണെങ്കിൽ span by 360. So your answer is option E. At the question, the slenderness ratio of lacing bar should not exceed 120, 145, 180, 100. എത്രയാണ് ലേസിംഗ് ബാറിന്റെ സ്ലെൻഡർനെസ് റേഷ്യോ? അതൊക്കെ ചോദിക്കാവുന്നതാണ്. അതൊക്കെ കോഡിൽ തന്നെ അങ്ങനെ പറയുന്ന വാല്യൂസ് ആണ്. ഓപ്ഷൻ ബി 145. യെസ്. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ബെൻഡിങ് മൊമെന്റ് ഇൻ ലേസിംഗ് ബാർ എത്രയാണ്? എത്ര ആയിരിക്കണം? സീറോ ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി മാക്സിമം സ്ലെൻഡർനെസ് റേഷ്യോ 150 ആണ്. ലേസിംഗ് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. രണ്ട് കോളം മെമ്പറിനെ ഇൻക്ലൈൻഡ് ആയിട്ട് ഘടിപ്പിക്കാനായിട്ടാണ് കൊടുക്കുന്നത്. സോ ആംഗിൾ ഓഫ് ലേസിംഗ് വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ എത്ര വരേണ്ടത്? 40 to 70 ഡിഗ്രി ആണ്. ഇനി വെൽഡിംഗ് ആണെങ്കിൽ ഇറ്റ് ഇസ് ഇൻ ബിറ്റ്വീൻ 60 to 90. അത് ഓർത്ത് വെക്കാം. Next question, a column splice is used to increase the strength of the column, rigidity of the column, cross-sectional area of the column, and length of the column. Column splicing. Yes. എന്താണ് ലെങ്ത് ഓഫ് ദ കോളം? കോളത്തിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കോളം സ്പ്ലൈസിങ് കൊടുക്കുക. Next question, pick up the correct statement from the following method of sawing of timber. Timber sawing എന്നുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. Tangentially to annual rings is known as tangential method. In 4 quarters such that each board cuts annual ring at angle not less than 45 degrees called as quarter sawing method. Cutout of quarter logs parallel to the medullary rays and perpendicular to annual rings is called as radial sawing. All options are correct. Yes, option D, all options are correct. Correct. Next question, which of the following seasoning method is adopted for the rapid seasoning of timber on large scale to obtain any desired moisture content? ഒരുപാട് വലിയ സ്കെയിലിൽ ഡിസൈഡ് മോയ്സ്ചർ കണ്ടന്റ് കിട്ടാനായിട്ടുള്ള എളുപ്പ മെത്തേഡ് ഓഫ് റാപ്പിഡ് സീസണിങ് മെത്തേഡ്. യെസ്, kiln seasoning. അടുത്ത ക്വസ്റ്റ്യൻ, defect in timber that causes longitudinal separation of wood between annular rings is called as. annular ringsന്റെ അവിടെ വിട്ടുപോകുന്ന ഒരു നോട്ട് റിൻഗാൾ ഷേക്സ് ട്വിസ്റ്റഡ് ഫൈബർ. Shakes.
Next question, for which of the following process Bouchery process is used? Manufacturing of brick, manufacturing of cement, manufacturing of clay tiles, treatment of green timber. അറിയാമോ ഇത്? ചിലപ്പോൾ ഒരു പുതിയ ടേം ആയിരിക്കാം. അതായത് നമ്മുടെ ഗ്രീൻ ടിമ്പറിനകത്ത് കോപ്പർ സൾഫേറ്റ് പ്രഷറിൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ബൗഷറി പ്രോസസ് എന്ന് പറയുന്നത്. This for the treatment of green timber. അടുത്ത question, which of the following represents a moisture content in properly seasoned timber? 5 to 8%, 10 to 12%, 18 to 25%, 25 to 35%. Yes, 10 to 12%. അടുത്ത question, what is the maximum height through which concrete can be poured? ഇത് കോഡിനകത്തുള്ളതാണ്. ഏത് സബ്ജക്റ്റ് ആയിട്ട് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. 0.1 to 0.6, 0.8 to 1 meter, 0.5 meter, 2 meter. Yes, option B, 0.8 to 1 meter. Another question. For a given discharge, the efficiency of sedimentation tank can be increased by increasing the depth of tank, decreasing the depth of tank, increasing the surface area of tank, decreasing the surface area of tank. Yes, increasing the surface area of a tank. അതായത് നമുക്കറിയാം സർഫസ് ഓവർഫ്ലോ റേറ്റ് V0 is equal to Q/BL. ഇത് വെച്ചിട്ടാണ് നമുക്ക് എഫിഷ്യൻസി പറയാൻ പറ്റുക, അല്ലെങ്കിൽ എത്രത്തോളം പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇത് അതായത് V0 അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഇൻക്രീസ് BL വാല്യൂ. സോറി, എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു V0 വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ V0 വാല്യൂവിനെ നമുക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ബൈ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് ടാങ്ക്. കുറയ്ക്കാം. ഓക്കെ, അതായത് ചെറിയ പാർട്ടിക്കിൾസ് വരുമ്പോൾ നമുക്ക് എന്ത് വേണം? സ്മോൾ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഫോർ സ്മോൾ പാർട്ടിക്കിൾസ് എന്താണ്? ലോ ഓവർഫ്ലോ റേറ്റ്, സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഓവർഫ്ലോ റേറ്റ് എന്ന് പറയും. V0 ആണ് ആവശ്യം. അപ്പം V0യുടെ വാല്യൂ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് കിട്ടണം. കുറച്ച് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഇൻക്രീസ് BL, അതായത് ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് ടാങ്ക്. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത question, corrosion in concrete sewers is caused by septic condition, dissolved oxygen, chlorine, nitrogen. Corrosion in concrete sewers is caused by septic condition, dissolved oxygen, chlorine, nitrogen. Yes, septic condition ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ സൾഫൈഡ് നമുക്ക് കോൺക്രീറ്റ് സീവേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതെന്ത് ചെയ്യും? അത് നമുക്ക് ഓക്സിഡൈസ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ആവും. ഈ സൾഫ്യൂരിക് ആസിഡ് എന്ത് ചെയ്യും? സിമെന്റുമായിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം സൾഫേറ്റ് പ്ലസ് സിമെന്റുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും? കാൽഷ്യം സൾഫേറ്റ് പോലെയുള്ള വസ്തുക്കൾ ഫോം ചെയ്യും. കാൽഷ്യം സൾഫേറ്റിന് കുറച്ച് എന്താ പറയാ വോളിയം കൂടുതൽ വേണം. അങ്ങനെ വന്നിട്ടാണ് നമുക്ക് കൊറോഷൻ ഉണ്ടാകുന്നത്. അതായത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ് മെയിൻ ആയിട്ടുള്ള കൊറോഷനുള്ള കാരണം. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡ് സിമെന്റ് കോമ്പൗണ്ട്സ് ആയിട്ട് പിന്നീട് റിയാക്ട് ചെയ്തിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഓക്കെ, സോ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് 1 hour ഉള്ളായതുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി എക്സാം അടുപ്പിച്ചതുപോലെ വിൽ ബി ഹാവിങ് സെഷൻസ്. അപ്പം അത് അറ്റൻഡ് ചെയ്യുക. ഒരുവിധം ആൾക്കാർ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ എല്ലാത്തിനും എല്ലാവരും ഒന്നും ആൻസർ പറയുന്നില്ല. കോമൺ ആയിട്ട് 1-2 ആൾക്കാരാണ് എല്ലാത്തിനും ആൻസർ പറഞ്ഞു പോയത്. കഴിവതും എല്ലാത്തിനും ആൻസർ പറഞ്ഞ് പോവാൻ നോക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും എക്സാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കൺസേണോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെബിനാർ അറ്റൻഡീസിന് ഇന്ന് സ്പെഷ്യൽ ഓഫർ ഉണ്ട്. യു ക്യാൻ കോൺടാക്ട് ഓൺ ദ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഗെറ്റ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ കോഴ്സ്.
എന്തെങ്കിലും ഇനി ലാസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ സബ്ജക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യണം? കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്തായാലും പഠിക്കുക. അത് ക്വസ്റ്റ്യൻസ് ഒരുവിധം വേറെ ബ്രാഞ്ചുകാർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കും. സോ കെമിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലും പൊതുവെ പഠിക്കാൻ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് എക്സാമിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുറച്ച് ടൈം ഡിവോട്ട് ചെയ്യുക. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ആൾക്കാരാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഓൾറെഡി കുറച്ച് എക്സാംസിന് പഠിച്ചിട്ടുണ്ടായതുകൊണ്ട് ബാക്കി ഈ 2 സബ്ജക്ട്സ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ബാക്കി മെക്കാനിക്കൽ ആണെങ്കിൽ സിവിലൊക്കെ പറ്റുന്ന പോലെ നോക്കിയിട്ട് പോവാം. ഒരുപാട് സ്ട്രെയിൻ എടുത്ത് 1 മാർക്കിന്റെ ഒക്കെ സബ്ജക്ട്സിന് ഒരുപാട് സമയം കളയാതെ ബാക്കി കുറച്ച് വെയിറ്റേജ് കൂടുതൽ ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പ്രിപ്പറേഷൻ. ഇനിയും ടൈം ഉണ്ട്. ഓർ ബിലോ 100 ഒക്കെ നേടാൻ സിവിൽ കുറച്ച് ഓർമ്മയുണ്ട്. മെക്കാനിക്കൽ ഭയങ്കര സിമ്പിൾ ആണ്. ആക്ച്വലി മെക്കാനിക്കൽ പോർഷൻസ് പഠിക്കാൻ അധികം സമയം വേണ്ട. സിവിൽ ആണ്. സിവിൽ ഇത്തിരി എങ്കിലും അറിയാമെങ്കിൽ അത്ര ടൈം വേണ്ട. മെക്കാനിക്കൽ പഠിച്ചെടുക്കാം. മെക്കാനിക്കൽ കുറച്ചുകൂടെ എളുപ്പം പഠിക്കാൻ പറ്റും. കാര്യം മെക്കാനിക്കൽ കുറെ പോർഷൻസ് സിവിലാർക്ക് ഓൾറെഡി ഡീൽ ചെയ്യാൻ പറ്റും. മെക്കാനിക്സ്, അതുപോലെ തന്നെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ഒരു തിയറി പേപ്പർ, അങ്ങനെയൊക്കെയാണുള്ളത്. അത് ഡീൽ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ ഗിയർ, പിന്നെ കാസ്റ്റിംഗ്, ആ പോർഷൻ ഒന്നും വലിയ പാടില്ല. ഒരു 4 ഡേയ്സ് മാക്സിമം അതിനുവേണ്ടി ഡിവോട്ട് ചെയ്ത മെക്കാനിക്കൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കെമിക്കൽ കുറച്ച് ടൈം എടുത്ത് പഠിക്കണം. അതായത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ സുഖമായിട്ട് കെമിക്കൽ പഠിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് സിവിൽ ഓൾറെഡി അറിയാവുന്ന ആളാണെങ്കിൽ ബെറ്റർ ഇനിയുള്ള ദിവസങ്ങളിൽ കെമിക്കൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മെക്കാനിക്കൽ ഒരു 4 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും തിയറിയും പഠിക്കാൻ വെച്ചാൽ മതി. സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, സോ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ്. യൂത്ത് പബ്ലിക്കേഷൻസിന്റെ ബുക്ക് പഠിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ വേറെ സ്റ്റേറ്റിന്റെ PSC ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക. അപ്പൊ അത് നല്ല ബുക്കാണ്. ഒരുപാട് ഫസ്റ്റ് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ട് വേഗം തീരും. ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇപ്പം PCB ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വേറെ സ്റ്റേറ്റിന്റെ PSC എക്സാംസിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ഡിറ്റോ പ്രോബ്ലംസ് തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. എന്തായാലും യൂത്ത് പബ്ലിക്കേഷൻസിന്റെ വേറെ സ്റ്റേറ്റിന്റെ PSC ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം കേട്ടോ. മേടിച്ചിട്ടില്ലാത്തവർ അത് മേടിക്കുന്നത് നല്ലതായിരിക്കും. ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്, അർബൻ പ്ലാനിംഗ് പോലെ തിയറി ആയിട്ടുള്ളത് ലാസ്റ്റ് മൊമെന്റ് പഠിച്ചാൽ മതി. നേരത്തെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ മറന്നുപോകും. അത് ലാസ്റ്റ് മൊമെന്റ് നോക്കാൻ വേണ്ടി വെച്ചാൽ മതി. ലാസ്റ്റ് ഒരു വീക്കിലൊക്കെ നോക്കാനായിട്ട് മാത്രം വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു സെഷൻ വെക്കാം. ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഇനി നമുക്ക് ഇതുപോലെ തന്നെ എന്തായാലും ഓരോ വീക്കിലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വീക്സ് കൂടുമ്പോൾ സെഷൻസ് ഉണ്ടാകും. എക്സാം അടുപ്പിച്ച് വീക്കിൽ ലാസ്റ്റ് വീക്കിലൊക്കെ എല്ലാ ഡേയ്സും സെഷൻ ഉണ്ടായിരിക്കും. കെമിക്കലും മെക്കാനിക്കലും സിവിലും എല്ലാം കമ്പൈൻ ചെയ്ത് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നുണ്ട്, ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. കെമിക്കൽ മാത്രം പർച്ചേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. കെമിക്കൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് മെക്കാനിക്കലും സിവിലും ഒക്കെ ചേർത്തിട്ടുണ്ട്, കെമിക്കലും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഒക്കെ ടിപ്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി നോട്ട് ചെയ്ത് വെക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് തന്നെ ഇതിൽ നിന്ന് തന്നെ കണ്ടു പഠിക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഇറങ്ങാൻ. ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ള എക്സാം ഡേറ്റ് ഓൾറെഡി ചേഞ്ച് ആയിട്ടാണ്. ഇനി ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. സിലബസും എക്സാം ഡേറ്റും ഒക്കെ ഓൾറെഡി ചേഞ്ച് ആയിട്ടാണ് പുതിയ ഷെഡ്യൂൾ വന്നത്. സോ ഇനിയൊന്നും ചേഞ്ച് ഉണ്ടാവത്തില്ല കേട്ടോ. ഇനി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, താങ്ക് യു ഓൾ. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.